എൻ ഭവനം മനോഹരം എന്താനന്ദം വർണ്യാതീതം സമ്മോദകം ദൂരെ മേഘപാളി ദൂരെ താരാപഥ വീചിയിൽ എൻ ഭവനം മനോഹരം എന്താനന്ദം വർണ്യാതീതം സമ്മോദകം. നമ്മുടെ കർത്താവും രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. മനുഷ്യർ താമസിക്കുന്ന ഇടത്തെയാണ് ഭവനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വീട്, വസതി എന്നൊക്കെ പറയാം. ചിലത് വലിയ കെട്ടിടമായിരിക്കാം, ചിലത് ചെറിയ കൂരകളായിരിക്കാം, ചിലപ്പോൾ അത് സ്വന്തമായിരിക്കാം, ചിലപ്പോൾ അത് വാടക വീടായിരിക്കാം. ഇതൊന്നുമില്ലാത്ത എത്രയോ പേർ കടത്തിണ്ണയിലും മറ്റുമായി കഴിയുന്നു. അവർ ഉൾപ്പെടെ എല്ലാവരുടെയും ആഗ്രഹമാണ് ഒരു വീട് എന്നുള്ളത്. ഏദൻ പൂങ്കാവനത്തിൽ ദൈവമാക്കി വെച്ച ആദാം ഹവ്വ ദമ്പതിമാർക്കും താമസിക്കാൻ ഒരിടം ദൈവം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ബൈബിൾ പറയുന്നത്. അതുപോലെ തന്നെ അവരിൽ പാപം പ്രവേശിച്ച ശേഷം ഏദൻ തോട്ടത്തിൽ നിന്നും അവർ പുറത്തായ ശേഷവും അവർ കുടുംബമായിട്ട് കഴിഞ്ഞിരുന്നു എന്ന് കാണാൻ സാധിക്കുന്നവർക്ക് മക്കളൊക്കെ ജനിച്ചതായിട്ടും നമുക്ക് രേഖപ്പെടുത്തി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ദൈവം അവർക്ക് താമസിക്കാനായിട്ടുള്ള ഒരു ഇടം ഒരുക്കി കൊടുത്തിരിക്കും എന്ന് ന്യായമായും ചിന്തിക്കാം. ഒരു കുടുംബം താമസിക്കുന്ന ഇടമാണ് ഭവനം എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അബ്രഹാമിനെ കുറിച്ച് ബൈബിൾ രേഖപ്പെടുത്തിയിട്ടത് കൂടാരങ്ങളിൽ താമസിച്ചു എന്നാണ്. ഭൂതലത്തിൽ എങ്ങും അധിവസിക്കുവാൻ ദൈവം ഒരുത്തിനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു എന്ന് അപ്പോസ്തലപ്രവൃത്തികൾ 17:26 പറഞ്ഞിരിക്കുന്നു. വീട് എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും സ്വന്തമാണെങ്കിലും അല്ലെങ്കിലും ആരും അതിൽ എന്നേക്കും വസിക്കുന്നില്ല. ദൈവം അവനെ ഒരു കാലാവധി നിശ്ചയിച്ചിട്ടുണ്ട്. അതുവരെ മാത്രമേ സാധിക്കുകയുള്ളൂ. മരണത്തിലൂടെ മനുഷ്യൻ തൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. സഭാപ്രസംഗികൾ 12-ാം അധ്യായം 5-ാം വാക്യത്തിൽ അങ്ങനെ ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞിരിക്കുന്നു. എല്ലാ മനുഷ്യരും മരണത്തോടുകൂടി നിത്യതയിലേക്ക് പ്രവേശിക്കും. നിത്യതയിൽ 2 സ്ഥലങ്ങളുള്ളതായി ബൈബിൾ പ്രസ്താവിക്കുന്നു. 1 നിത്യജീവൻ, 2 നിത്യശിക്ഷാവിധി. യേശു കർത്താവ് ഇപ്രകാരം പ്രസ്താവിച്ചു: സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കലേക്ക് കടന്നിരിക്കുന്നു. യോഹന്നാൻ 5:24. ഈ ഭൂമിയിൽ നാം ജീവിക്കുന്ന കാലയളവിൽ ഫലശേഷം എവിടെ പോകണമെന്ന് ചിന്തിക്കുകയും തീരുമാനിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ചുമതലയാണ്. അതാണ് ബുദ്ധി. മരണശേഷം വീണ്ടും ഈ ഭൂമിയിൽ ജീവിക്കുവാൻ മറ്റൊരവസരം ഇല്ല എന്ന് ഓർക്കേണ്ടതാണ്. യേശു ക്രിസ്തുവിലൂടെയുള്ള വിശ്വാസത്താൽ ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ സാധിക്കും. അങ്ങനെ ദൈവത്തിന് വസിക്കാനുള്ള ഭവനമായിട്ട് നമുക്ക് ഈ ഭൂമിയിൽ സാധിക്കും എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? 1 കൊരിന്ത്യർ 3:16. പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചാൽ നാം തന്നെ അവിടുത്തെ ഭവനമാകുന്നു എന്ന് എബ്രായ ലേഖനകർത്താവ് 3-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. നമ്മുടെ ശരീരമാകുന്ന ഈ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന് ദാനമായൊരു കെട്ടിടം സ്വർഗത്തിൽ ഉണ്ട് എന്ന് അറിയുന്നു എന്ന് സെയിൻറ്റ് പോൾ പ്രസ്താവിച്ചിരിക്കുന്നു. 2 കൊരിന്ത്യർ 5:1. നമ്മളാരും ഇവിടെ സ്ഥിരതാമസക്കാർ അല്ലല്ലോ. ഒരു ദിവസം ശരീരമാകുന്ന ഈ താൽക്കാലിക വസതി ഉപേക്ഷിച്ച് നാം ഈ ലോകത്തിൽ നിന്നും യാത്രയാകേണ്ടവരാണ്. ഈ ബോധ്യം നമ്മിലുണ്ടാകുമ്പോൾ ഇവിടെ ഒന്നും വെട്ടിപ്പിടിക്കുവാൻ പ്രേരകമാകില്ല. നമ്മുടെ നിത്യത എവിടെയായിരിക്കുമെന്നതിൻ്റെ വ്യക്തമായ ഉറപ്പ് നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. ഞാൻ പരദേശിയായി പാർക്കുന്ന എൻ്റെ വീട്ടിൽ അവിടുത്തെ ചട്ടങ്ങൾ എൻ്റെ കീർത്തനമാകുന്നു എന്ന് സങ്കീർത്തനക്കാരൻ സങ്കീർത്തനം 119:54 പറഞ്ഞിരിക്കുന്നു. യോശുവ എന്ന ഭക്തൻ പറഞ്ഞത്, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ കർത്താവിനെ സേവിക്കും എന്നാണ്. യോശുവ 24:15. കർത്താവിനെ ഭയപ്പെട്ട് അവിടുത്തെ വഴികളിൽ നടക്കുന്ന ഏവനും അനുഗ്രഹിക്കപ്പെട്ടവൻ. സങ്കീർത്തനങ്ങൾ 128:1. ഭവനം ഏതുമാകട്ടെ, അതിൽ താമസിക്കുന്ന കുടുംബമാണ് ദൈവത്തിന് ഏറ്റവും പ്രാധാന്യമുള്ളത്, അല്ലെങ്കിൽ അതിൽ താമസിക്കുന്ന വ്യക്തികളാണ് ദൈവത്തിന് ഏറ്റവും പ്രാധാന്യമുള്ളത്. അതുകൊണ്ട് എവിടെയായിരുന്നാലും ദൈവത്തിന് പ്രസാദകരമായ ജീവിതം നയിക്കുവാൻ ദൈവമായ കർത്താവ് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ. നമുക്ക് ഈ ഭൂമിയിൽ അധികം ആയുസ് ഇല്ല എന്ന കാര്യം ഓർത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ കേൾപ്പിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. ദൈവമായ കർത്താവ് അതിനായിട്ട് നമ്മെ സഹായിക്കുമാറാകട്ടെ.
ഗോഡ് ബ്ലസ് യു. അക്കരെ നാട്ടിലെ നിത്യഭവനമതെത്രയോ മോഹനമേ, നിത്യനാം ദൈവത്തോടൊത്തുള്ള വാസമതെത്രയോ ആനന്ദമേ. കണ്ണുനീരില്ലൊരു കഷ്ടവുമില്ലൊരു ദുഃഖവുമില്ലവിടെ, രോഗവുമില്ലൊരു വ്യാധിയുമില്ലൊരു ഭീതിയുമില്ലവിടെ.